കണ്ണൂർ തുടർച്ചയായ സംഘർഷങ്ങൾക്ക് വേദിയാവുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രകോപന മുദ്രാവാക്യത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് SFI നഗരത്തിൽ പ്രതിഷേധം നടത്തി. നഗരമധ്യത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ കോൺഗ്രസിന്റെ കൊടിമരങ്ങളും ബോർഡുകളും വ്യാപകമായി തകർക്കപ്പെട്ടു. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അരുൺ, കുറച്ച് ദിവസങ്ങളായുള്ള ഈ ഒരു സംഘർഷങ്ങൾ അത് ഒരു അശാന്തമാണ്. കണ്ണൂർ നഗരം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇരു കൂട്ടരും വിട്ടുകൊടുക്കുന്നില്ല. അസ്മിത സൂചിപ്പിച്ച പോലെ തന്നെ മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രകോപന മുദ്രാവാക്യം, അതായത് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്ന പ്രകോപന മുദ്രാവാക്യത്തിനെതിരെ ജില്ലയിലാകെ വ്യാപകമായ പ്രതിഷേധമാണ് SFIയും അതോടൊപ്പം തന്നെ DYFIയും CPMും സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും അക്രമങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രിയാണ് തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. പയ്യന്നൂരിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് വ്യാപകമായ അക്രമം ഉണ്ടായത്. കോൺഗ്രസിൻ്റെ കൊടിമരവും അതോടൊപ്പം തന്നെ ഫ്ലക്സ് ബോർഡുകളൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാണാം അതിൻ്റെ ദൃശ്യങ്ങൾ. ഈ കൊടിമരം, അതായത് സ്റ്റേഡിയം കോർണറിൽ ഉണ്ടായിരുന്ന കൊടിമരമാണ്. ഈ കൊടിമരം അവിടെ നിന്ന് പിഴുതെടുത്ത് അതുമായാണ് SFI പ്രവർത്തകർ പ്രകടനം നടത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണാൻ സാധിക്കും. ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ നഗരത്തിലും വലിയ രീതിയിൽ പോലീസിൻ്റെ വിന്യാസമുണ്ടായിരുന്നു. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് നഗരത്തിലാകെ ഈ പ്രകടനത്തിനിടെ ഈ ഫ്ലക്സ് ബോർഡുകളും കൊടിമരങ്ങളെല്ലാം തകർത്തത്. എന്തായാലും തുടർ സംഘർഷങ്ങളുടെ സാഹചര്യവും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസും കണക്കിലെടുക്കുന്നത്. ഇന്ന് വൈകിട്ടും DYFIയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഒരുപക്ഷെ ഇത്തരം സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത് കണക്കിലെടുത്ത് പോലീസും ജില്ലയിലാകെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. SFI നടത്തിയ പ്രതിഷേധത്തിൽ കോൺഗ്രസിന്റെ കൊടിമരങ്ങളും ബോർഡുകളും വ്യാപകമായി തകർക്കപ്പെട്ടു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയായിരുന്നു.